നമ്മളിപ്പോൾ കാണുന്ന ഒരു ചൈനീസ് ഓടിൻ്റെ ആ ഒരു ഡിസൈനിൽ വരുന്ന ഇത് നമുക്ക് നോർമല് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഓടിൻ്റെ ഇതുണ്ടല്ലോ അതേ ഒരു ഫീൽ ഉണ്ട്. ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്? ഇത് നമുക്ക് സാൻഡ്വിച്ച് പാനലുകൾ നമുക്ക് ഹീറ്റ് നോർമൽ അലുമിനിയത്തിൽ കിട്ടുന്നതിനേക്കാളും ഹീറ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി അലുമിനിയം റൂഫിംഗ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും പാപ്പരാകില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒറാലിയമാണ് ഈ മെറ്റൽ റൂഫിംഗിലേക്ക് യൂറോപ്യൻ ഡിസൈനുകൾ കിട്ടുന്നത്. യൂറോപ്യൻ ഡിസൈൻ 8 അടി മുതൽ 18 ഫീറ്റ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. കംപ്ലീറ്റ് അലൂമിനിയം, പ്യുവർ അലുമിനിയം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെയിന്റിന് റൂഫിംഗ് ഷീറ്റിൽ പെയിന്റിന് വാറണ്ടി കൊടുക്കുന്ന ആദ്യത്തെ കമ്പനി ഒറാലിയാണ്. ഇത് കളർ ഫെയ്ഡ് ആയ വാറണ്ടിയാണ്. ലൈഫ് ടൈം വാറണ്ടി നമ്മൾ ബേസ് മെറ്റലിന് കൊടുക്കുന്നത്. അലുമിനിയം തുരുമ്പിക്കില്ല. അതെ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അലുമിനിയം തുരുമ്പിക്കുക. ഹലോ ഫ്രണ്ട്സ്, വീട് പണിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഓപ്ഷൻസും കൂടുതലുള്ളത് റൂഫിങ്ങിൽ തന്നെയാണല്ലോ. റൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽ ഇന്ന് മാർക്കറ്റിൽ വരുന്നുണ്ട്. നമ്മൾ തന്നെ പലതും പരിചയപ്പെടുത്തിയതുമാണ്. പക്ഷേ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റൂഫിങ്ങിൽ എന്നും നിലനിൽക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന അലൂമിനിയം റൂഫിംഗ് ഷീറ്റിനെ കുറിച്ചാണ്. അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റികൾ, അതും ഒറാലിയം അലൂമിനിയത്തിൽ വരുന്നതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുന്നത്. ഡെക്കോഡിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലുക്കൻ. റൂഫിംഗ് ഷീറ്റ് എന്ന് പറയുമ്പോൾ പണ്ട് കാലം മുതൽ ആളുകൾ ചിന്തിക്കുക അത് നമ്മുടെ വീടിൻ്റെ മേലെ എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷന് അല്ലെങ്കിൽ ചോർച്ചക്കൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷേ ഇന്നിതാ റൂഫിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു റൂഫിങ്ങും വേണ്ട, ഡയറക്റ്റ് ട്രസ് വർക്കിനെ പോലും കവർ ചെയ്യുന്ന രീതിയിൽ അടിപൊളി ഒറാലിയത്തിൻ്റെ പ്രൊഡക്റ്റുകൾ വന്നു അല്ലേ. റിജോഷ് സാറാണ് കൂടെ ഉള്ളത്. ഒറാലിയത്തിന്റെ നോർത്ത് കേരള സെയിൽസ് മാനേജറാണ് അദ്ദേഹം. എന്തുകൊണ്ട് ഒറാലിയം? അല്ലെങ്കിൽ ഒരുപാട് ബ്രാൻഡുകൾ മാർക്കറ്റിലുണ്ട്. എന്തുകൊണ്ട് ഒറാലിയം? ഒറാലിയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്ന് നിലവിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള അലുമിനിയം ബ്രാൻഡാണ് ഒറാലിയം എന്ന് പറയുന്ന ബ്രാൻഡ്. നമ്മുടെ ഹെഡ്ക്വാർട്ടർ വരുന്നത് ബോംബെയിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലും മൊത്തത്തിൽ പാൻ ഇന്ത്യയിൽ ഓപ്പറേഷൻ നമുക്കുണ്ട്. അതിൽ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നമുക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്. മാനുഫാക്ചറിംഗ് കേരളത്തിൽ പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ട്. പ്രൊഡക്ഷൻ അത് സൗത്ത് ഇന്ത്യയിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ഉത്തരാഖണ്ഡിൽ റൂർക്കിയിൽ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്. അങ്ങനെ പാൻ ഇന്ത്യയിൽ നമ്മളൊരു ഓപ്പറേഷൻ നടത്തുന്ന ഇന്ത്യയിലെ ലീഡിംഗ് ബ്രാൻഡാണ്. കേരളത്തിലെ അലുമിനിയം ബ്രാൻഡിൽ നമ്പർ 1 ബ്രാൻഡായിട്ടാണ് ഇന്ന് ഒറാലിയം പാൻ ഇന്ത്യയിൽ ഓപ്പറേഷനും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറാലിയത്തിനെ കുറിച്ച് അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞു. പക്ഷെ അലൂമിനിയത്തിൽ അങ്ങനെ പുതിയ പുതിയ മോഡലുകൾ അല്ലെങ്കിൽ പുതിയ ഡിസൈനുകളൊന്നും കാണാറില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ മോഡൽ? തീർച്ചയായും മെറ്റൽ റൂഫിങ്ങിലെ മൊത്തത്തിൽ നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പോലെ കണ്ടുവരുന്ന കുറച്ച് ഡിസൈനുകളുണ്ട്. അത് ട്രഫോർഡ് ഷീറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ നോർമലി ഒന്ന് റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അടുത്തടുത്ത് കാണുന്ന വീടുകളുടെ മുകളിലൊക്കെ കാണുന്നത് ട്രഫോർഡ് ഷീറ്റുകളാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒറാലിയമാണ് ഈ മെറ്റൽ റൂഫിങ്ങിലേക്ക് യൂറോപ്യൻ ഡിസൈനുകൾ കൊണ്ടുവന്നത്. യൂറോപ്യൻ ഡിസൈനും ഇറ്റാലിയൻ ഡിസൈനുമാണ് നമ്മൾ ഈ മെറ്റൽ റൂഫിങ്ങിലേക്ക് കൊണ്ടുവന്നത്. കാരണം നോർമൽ നമുക്കറിയാം എല്ലാവരും ഒരു 50 ലക്ഷം 1 കോടിയൊക്കെ വെച്ചിട്ടാണ് വീട് വെക്കുക. അപ്പം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു കോൺക്രീറ്റിന്റെ ഒരു സ്ഥിതി വെച്ചിട്ട് ഒരു 2 വർഷം കഴിയുമ്പോൾ അതിന് ലീക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മുകളിൽ നമ്മൾ റൂഫ് ചെയ്യേണ്ട ഒരു സാഹചര്യം. ഈ റൂഫ് ചെയ്യുമ്പോൾ അവർക്കുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ട്രഫോർഡ് ഷീറ്റുകൾ മാത്രമാണ്. അപ്പോൾ അവർക്ക് ആ വീടിന്റെ ആ ഒരു ഡിസൈൻ അനുസരിച്ചിട്ടുള്ള ഒരു റൂഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നില്ല, കസ്റ്റമർക്ക് മുമ്പിൽ. അങ്ങനെയാണ് നമ്മുടെ കമ്പനി ഈ പുറത്തുള്ള യൂറോപ്യൻ കൺട്രീസിൽ മാത്രം കണ്ടുവന്നിരുന്ന ആ ഒരു ഡിസൈനുകൾ നമ്മുടെ ഈ നാട്ടിലേക്ക്, നമ്മുടെ ഈ കേരളത്തിലേക്കും നമ്മുടെ നാട്ടിലേക്കും ഒക്കെ ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നതാണ്. നമ്മുടെ ആ 2 ഡിസൈനാണ്. ഇതാണ് നോവാടൈൽ എന്ന് പറയുന്നത്. ഇതാണ് നോവാടൈൽ. ഇത് നമ്മുടെ ഒരു നമ്മളിപ്പോൾ കാണുന്ന ഒരു ചൈനീസ് ഓടിന്റെ ആ ഒരു ഡിസൈനിൽ വരുന്ന ഒരു മെറ്റൽ റൂഫിംഗിൽ കൊണ്ടുവന്ന് അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒറാലിയാണ് ഈ ഒരു ഡിസൈൻ കൊണ്ടുവരുന്നത്. രണ്ടാമത് നമുക്ക് വരുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് ഗ്രാൻഡ് ടൈൽ എന്ന് പറയും. ഇത് നമുക്ക് നോർമല് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഓടിന്റെ ഇതുണ്ടല്ലോ, ആ ഒരു ഫീല് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിൽ നമുക്ക് വരും. പിന്നെ ഇതിന്റെ വെറൈറ്റി കളറുകളിലേക്ക് വരുമ്പോൾ നമുക്കത് വ്യത്യസ്തമായിട്ട് നല്ലൊരു ഫിനിഷിങ്ങും അട്രാക്ഷനും ഒക്കെ നമുക്ക് ഇതിൽ. ഇതാണ് ഇപ്പൊ നമ്മുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന 2 ഡിസൈൻ. അതിലൊരു കാര്യം ചോദിക്കണം, ഇത് ഏത് അളവിലാണ് വരുന്നത്? ഇത് നമുക്ക് എല്ലാ അളവിലും, അതായത് 8 അടി മുതൽ 18 ഫീറ്റ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ തിക്നെസ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 50 തിക്നെസ്സിലാണ്. 50 മുതൽ നമുക്ക് 91 വരെ നമുക്ക് അവൈലബിൾ തിക്നെസ് ഇതിലുണ്ട്. നോർമലി ടൈല് നമുക്ക് നോർമൽ ട്രഫോർഡിലേക്ക് വരുമ്പോൾ നമുക്ക് 40 തിക്നെസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ടൈലിലേക്ക് വരുമ്പോൾ 50 തിക്നെസ്സിലാണ് ടൈല് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര വെറൈറ്റി ഉണ്ട് ഇതിനകത്തൊക്കെ? ഇതിനകത്തൊക്കെ നമുക്ക് എല്ലാം നമുക്ക് 80+ ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. 80+, അത് കളേഴ്സ്, ഡിസൈൻസ്, ഫിനിഷ്, തിക്നെസ് എല്ലാം കൂടെ നമുക്ക് 80+ ഓപ്ഷൻസ്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒറാലിയം ചൂസ് ചെയ്താൽ
അദ്ദേഹത്തിന് പിന്നെ നോർമൽ നമ്മൾ കാണുന്ന റൂഫിങ്ങിലൊക്കെ പോയാൽ നമുക്ക് 1-2 കളറുകൾ അല്ലെങ്കിൽ 1-2 ഫിനിഷുകൾ അതുകൊണ്ട് അവസാനിച്ചു. ഒരാളുടെ സംബന്ധിച്ച് അങ്ങനെയല്ല, കസ്റ്റമർക്ക് അവരുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഒറാലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് തന്നെ കളേഴ്സിലേക്ക് ഫിനിഷിലേക്ക് വരുമ്പോൾ ഗ്ലോസി ഫിനിഷ് നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഗ്ലോസി ഫിനിഷ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി നമ്മുടെ മറ്റ് ബ്രാൻഡുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗ്ലോസി ഫിനിഷ് പെയിന്റ് ആണ്. രണ്ടാമത് നമുക്ക് വരുന്ന ഒരു ഫിനിഷാണ് ടെക്സ്ചർ ഫിനിഷ്. അത് മൾട്ടി കളറാണ് ഇതിനകത്ത് വരിക. അത് നിങ്ങൾ കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ അറിയാം, ഒരു ടെക്സ്ചർ ടൈപ്പ് ഇതിനകത്ത് വരുന്നത്, ഒരു മാറ്റ് ഫിനിഷിന്റെ ഒരു ലെവൽ. പിന്നെ മൂന്നാമത് വരുന്ന കളറാണ് ഈ മെറ്റാലിക് കളർ എന്ന് പറയുന്നത്. ഈ ഒരു സാധനം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഒരു കളർ, ഈ ഒരു ഗോൾഡ് കളർ നിങ്ങൾ എവിടെ ഒരു റൂഫിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ്. മെറ്റാലിക് ഫിനിഷ് എന്നാണ് ഇതിന് പറയാ, കോപ്പർ മെറ്റാലിക് എന്നാണ് ഇതിന്റെ പേര്. ഇത് ഭയങ്കരമായിട്ട് ഒരു മാർക്കറ്റിൽ ഒരു ഓളം സൃഷ്ടിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് പേര്, കാരണം വീടിന്റെ പെയിന്റിന് ഒരു യെല്ലോഷ് പെയിന്റ് ഒക്കെ അടിച്ചവർക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് വീടുകളിൽ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്? ഇത് നമുക്ക് ടൈൽ ഷീറ്റുകളുടെ നമ്മുടെ മൊത്തം ഒറാലിയും പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 45 സ്ക്വയർ ഫീറ്റിന് 45 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ 105 രൂപ വരെ നമുക്ക് സ്ക്വയർ ഫീറ്റിന്റെ റേറ്റിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ. അപ്പം വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലിൽ ലേറ്റസ്റ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് റൂഫിംഗ് ഐഡിയാസ് വരുന്നുണ്ട്. അപ്പോൾ റൂഫിംഗ് ഷീറ്റുകൾ തന്നെ GIയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ GI എന്തുകൊണ്ട് അലൂമിനിയം ആയിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാലും അത് റൂഫിങ്ങിന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒന്ന് അതിന്റെ ലോങ് ലാസ്റ്റിംഗ്, അങ്ങനെ തന്നെ പറയാം. എന്നാൽ GI നമുക്ക് ഒരു 10 വേണ്ട, അതിനുള്ളിൽ തന്നെ ചിലപ്പോൾ തുരുമ്പിക്കാനോ അല്ലെങ്കിൽ കംപ്ലൈന്റുകൾ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതാണ് ഒരു മെറ്റൽ റൂഫിംഗ്, സ്റ്റീൽ റൂഫിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതെ, നമ്മൾ അതായത് വെൽഡിംഗ് ഒക്കെ ചെയ്ത് ജോയിന്റുകൾ ഉണ്ടാവും, സ്ക്രൂ ചെയ്ത ജോയിന്റുകൾ ഉണ്ടാവും. ഇതിലൊക്കെയാണ് തുരുമ്പ് കയറി വരിക, പിന്നീട് അങ്ങനെ പോകും. പിന്നെ ഇതിലൊരു കാര്യം, ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് ഈ ഒരു അലൂമിനിയം കോട്ടിങ് പോലെ. ഇത് ശരിക്കും കോട്ടിംഗ് ആണോ അതോ ഫുൾ അലൂമിനിയം ആണോ? അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ സ്റ്റീൽ റൂഫ് എന്ന് പറയുന്നത് ഈ ബേസ് മെറ്റൽ ഇരുമ്പാണ്. അപ്പൊ അതിന്റെ മുകളിൽ അവര് കൊടുക്കുന്ന ഒരു കോട്ടിംഗ് ഉണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലർക്കത് പറഞ്ഞാൽ തന്നെ മനസ്സിലാവണമെന്നില്ല. 70 GSM, 150 GSM, 30 GSM ഇങ്ങനെ പറയും. ഈ GSM എന്ന് പറയുന്ന ഒരു കോട്ടിംഗ് ആണ്. ആ കോട്ടിംഗ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മളൊരു A4 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ, നോർമൽ ഒരു A4 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എത്ര വലിപ്പമുണ്ടാവും? അതിന്റെ പകുതി നമ്മൾ ചിന്തിക്കാം. അതാണ് ഈ 150 GSM കോട്ടിംഗ്. ആ കോട്ടിങ്ങിന്റെ ആ A4 സൈസ് പേപ്പറിന്റെ കനത്തിൽ വരുന്നതിന് 55% അലുമിനിയം. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലേക്ക് അത് കൊണ്ടുവരിക. അതെ, അത് തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കോട്ടിംഗ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ പേപ്പർ കനത്തിൽ കൊടുക്കുന്ന കോട്ടിങ്ങിന് 50% അലുമിനിയം ഉള്ളത്. അതിനാണ് അവർ ഈ ഒരു എമൗണ്ട് വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കോട്ടിങ് കൊടുക്കുന്ന സാധനം പ്യുവർ ആണ് നമ്മളിവിടെ മുമ്പിൽ കസ്റ്റമേഴ്സിന് മുമ്പിൽ കംപ്ലീറ്റ് അലൂമിനിയം, പ്യുവർ അലൂമിനിയം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ സാധാരണക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ ഇടിമിന്നൽ ഡയറക്റ്റ് ചെയ്ത് വലിച്ചെടുക്കുന്നൊക്കെ മിഥ്യകളുണ്ട്. നിങ്ങൾ എന്താ എങ്ങനെയാ കാണുന്നത്? തീർച്ചയായിട്ടും അതൊരു മിത്താണ്. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു മിത്താണ്. പല മിത്തുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ പെടുന്ന ഒരു മിത്ത് മാത്രമാണ് ഈ ഒരു സംഭവം. കാരണം നമ്മൾ ഏതൊരു റൂഫാണെങ്കിലും ഹൈറ്റിലുള്ള റൂഫിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള എർത്തിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ യാതൊരു പ്രശ്നങ്ങളും പിന്നീട് സംഭവിക്കുന്നില്ല. അത് ഇനി അലുമിനിയം റൂഫിംഗ് ഷീറ്റ് എന്നല്ല, ഏത് റൂഫായാലും നമ്മൾ സ്റ്റീലായിക്കോട്ടെ അല്ലെങ്കിൽ ഓടായിക്കോട്ടെ, ഹൈറ്റ് കൂടിയ ബിൽഡിങ്സിലൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള എർത്തിങ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമാണ്. പക്ഷേ ഇത് പലപ്പോഴും പല ആൾക്കാരും കൊടുക്കാറില്ല. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്, അതാ ഞാൻ പറഞ്ഞ ആ ഒരു മിത്ത് നിലനിൽക്കുന്നുണ്ട്, ആ ഒരു സംശയം ആളുകളുടെ ഇടയിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതെ, അതിലൊരു കാര്യം കൂടി, ലേബേഴ്സ് ആണല്ലോ ഇതിപ്പോൾ പണിയുന്നത് അല്ലെങ്കിൽ ഇത് സജസ്റ്റ് ചെയ്യുന്നതിൽ പ്രധാനം. അപ്പോൾ അവർ വർക്ക് ചെയ്യുമ്പോൾ സാധാരണ മെറ്റൽ റൂഫിന്റെ മേലെ നടന്നുകൊണ്ടൊക്കെ അവർ വർക്ക് ചെയ്യും. ഇതിൽ ഒരു പേടിയുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്. മെറ്റൽ റൂഫിനെ സംബന്ധിച്ച് ഏതൊരു റൂഫാണെങ്കിലും ഷീറ്റിന് മുകളിൽ നമ്മൾ ചവിട്ടാൻ പാടില്ല. കാരണം അത് അങ്ങനെ ചെയ്യുന്നത് ഒരു വളരെ റോങ് ആണ്. ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. അത് സ്റ്റീൽ റൂഫായാലും അലുമിനിയം റൂഫായാലും നമ്മൾ പറയുന്നതും നമ്മൾ ഫാബ്രിക്കേറ്റേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്തും പറയുന്നത്, അതിന്റെ പർലിങ്സിലൂടെ ഷീറ്റിന്റെ വാലി വരുന്ന സ്ഥലത്ത് അതിന്റെ പർലിങ്സിൽ തന്നെ ചവിട്ടി നടക്കുക. അതിപ്പം മറ്റേ GL ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ ഷീറ്റ് ആണെങ്കിലും അത് തന്നെ നമ്മൾ ചെയ്യാം. അതാണ് അതിന്റെ ഒരു പ്രോപ്പറായിട്ടുള്ള മാർഗം. അതങ്ങനെ ചെയ്താൽ ഒരു പ്രശ്നമില്ല. ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന പ്രൊഡക്റ്റുകളൊക്കെ ആളുകൾ ചൂസ് ചെയ്യുന്ന അതിന്റെ വാറണ്ടി എത്ര ചോദിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും വാറണ്ടി ഇതിന് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് ഇലക്ട്രോണിക്സ് ആയാലും മറ്റേത് പ്രൊഡക്റ്റ് ആയാലും വാറണ്ടി അവൈലബിൾ ആണ് എല്ലാ പ്രൊഡക്റ്റുകൾക്കും. പക്ഷേ റൂഫിംഗ് ഷീറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു രീതി ഉണ്ടായിരുന്നില്ല.
പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളൊരു 3000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഒരു 1.5-2 ലക്ഷം രൂപയുടെ ഷീറ്റ് ആവശ്യമാണ്. ഈ 1.5-2 ലക്ഷം രൂപയുടെ മെറ്റീരിയൽ വാങ്ങുന്ന ഒരാൾക്ക് ഇതിന് യാതൊരു കോൺഫിഡൻസും ഇല്ല, വാറണ്ടി ഇല്ല. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ആ ഷീറ്റ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ല. കാരണം എല്ലാ പെയിന്റ് കോട്ടഡാണ്. ചിലപ്പോൾ ഇരുമ്പ് അലുമിനിയം തമ്മിൽ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളപ്പം ആണ് നമ്മുടെ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് കസ്റ്റമർക്ക് അവർക്ക് നമുക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ട്രസ്റ്റാണ്. അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ സാധനത്തിന് ഇത്രയും ക്വാളിറ്റി ഇല്ലാണ്ട് ഒരാൾ വാറണ്ടി കൊടുക്കും. വാറണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനി പോയിട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് വരും. നമ്മുടെ വാറണ്ടിയിലേക്ക് വരും. നമ്മൾ 2 തരം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിൽ 2 തരം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെയിന്റിന് റൂഫിംഗ് ഷീറ്റിൽ പെയിന്റിന് വാറണ്ടി കൊടുക്കുന്ന ആദ്യത്തെ കമ്പനി ഒറാലിയാണ്. വളരെ അഭിമാനത്തോടുകൂടി തന്നെ. അതായത് കളർ ഫെയ്ഡ് ആയ വാറണ്ടിയാണ്. ഈ കളർ നമ്മൾ റൂഫിംഗിലിട്ട് മഴയും വെയിലും കൊണ്ട് ഫെയ്ഡ് ആവില്ല. അപ്പോൾ ഫെയ്ഡ് ആവില്ല. ഇതിനകത്ത് നമുക്ക് ഈ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് ഇതിനകത്ത് പല കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന് പെയിന്റ് പീൽ ഓഫ് സംഭവിക്കാം. അതായത് ഈ പൊളിഞ്ഞ് ഇളകി പോവുക സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഈ കളർ ഒരു ഫെയ്ഡ് എന്നുള്ളത് നമ്മൾ നോർമലി നമ്മുടെ കാലാവസ്ഥ പ്രകാരം ചെറിയൊരു ഫെയ്ഡ് സംഭവിക്കും. അത് നോർമലി ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഈ പെയിന്റ് പൊളിഞ്ഞു പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ 15 വർഷം വരെ വാറണ്ടി കൊടുക്കുന്നത്. നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപയുടെ മേടിക്കുന്ന കാറിന് പോലും പെയിന്റ് കളർ ഫെയ്ഡ് ആയി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ റൂഫിംഗ് ഷീറ്റിലെ പെയിന്റിന് 15 വർഷം വരെ വാറണ്ടി കൊടുക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പെയിന്റ് ടെക്നോളജിയാണ്. ഇന്ന് ഇന്ത്യയിലായിട്ടുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള STP PVDF പോലുള്ള ടെക്നോളജിയാണ് നമ്മൾ പെയിന്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ 15 വർഷം വരെ വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ വാറണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസ് മെറ്റലിനുള്ള വാറണ്ടിയാണ്. അത് ലൈഫ് ടൈം ആണ്. അലുമിനിയം അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ലൈഫ് ടൈം വാറണ്ടി നമ്മൾ ബേസ് മെറ്റലിന് കൊടുക്കുന്നത്. കാരണം അതിന്റെ ബേസ് മെറ്റൽ 3105 പ്യുവർ അലുമിനിയം ബേസ് മെറ്റലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അലുമിനിയം തുരുമ്പിക്കില്ല. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അലുമിനിയം തുരുമ്പിക്കില്ല. എന്നാലും ഞാൻ പറയട്ടെ, നമ്മളെ കോസ്റ്റൽ ഏരിയകളിലൊക്കെ ഈ അലുമിനിയം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും എന്തെങ്കിലും അഡീഷണൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ കോസ്റ്റൽ ഏരിയയിൽ ഇപ്പം തീരപ്രദേശത്ത് താമസിക്കുന്നവർ നമ്മൾ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ട്. ഞാൻ അവരനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങൾ. കാരണം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ കോസ്റ്റൽ ഏരിയയാണ്. 50%. അതെ. അവിടെ ഈ ഹാൻഡ് ഡ്രിൽ പോലത്തെ സാധനം ഉണ്ടാക്കിയാൽ പോലും അവിടെ തുരുമ്പിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. എന്തിനാ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വണ്ടികൾക്ക് പോലും റീസെയിൽ വാല്യൂ കുറവാണ്. കാരണം കോസ്റ്റൽ ഏരിയ ഉപയോഗിച്ച സാധനമാണ്. പക്ഷെ അവിടെ പല റൂഫിങ്ങും നമുക്ക് മഴയുള്ളിടത്തെല്ലാം റൂഫ് ചെയ്യണം. അല്ല, അപ്പൊ തീരപ്രദേശത്ത് ചെയ്യണം. അവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാന പക്ഷേ തുരുമ്പിച്ച് നശിച്ചു പോകുക എന്നുള്ള ഒരു പ്രശ്നമാണ്. അവിടെയാണ് നമ്മൾ ഒറാലി കോസ്റ്റൽ ഏരിയയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ, അതായത് കടലിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശത്തിന് വേണ്ടി മാത്രം ഇറക്കിയ പ്രൊഡക്റ്റാണ് 5052 മറൈൻ ഗ്രേഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതായത് അതിന് സ്പെഷ്യൽ ആയിട്ട് പ്രൊഡക്റ്റ്. അതായത് ഈ അലുമിനിയത്തിൽ നമ്മൾ മഗ്നീഷ്യം കണ്ടന്റ് കൂടെ ആഡ് ചെയ്ത് ഈ മഗ്നീഷ്യം സലൈനിനെ പ്രതിരോധിക്കും. ഈ സലൈൻ ഏരിയ അടങ്ങിയ ഏരിയ ആണല്ലോ കോസ്റ്റൽ ഏരിയ. അപ്പൊ അതിനുവേണ്ടിയാണ് 5052 എന്നുള്ള ഗ്രേഡിലുള്ള സ്വീറ്റ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അത് ഒരുപാട് ഓർഡറുകൾ നമുക്ക് ഈ കോസ്റ്റൽ ഏരിയയിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമറുടെ ഫീഡ്ബാക്ക് വളരെ നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഓർഡറുകൾ ഈ 5052 മറൈൻ ഗ്രേഡിൽ നമുക്ക് വരുന്നുണ്ട്. കാരണം അത്രയും ക്വാളിറ്റീഡ് ആയിട്ടുള്ള ലൈഫ് ടൈം വാറന്റീഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ 5052. ഇതിന്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആദ്യം ഒരു പെർലിംഗ് ചെയ്യണം, റൂഫിംഗ് ചെയ്യണം. എന്നാലും അതിന്റെ ഒരു കറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ്? നമ്മൾ എല്ലാ ഫാബ്രിക്കേറ്റേഴ്സിനും നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് അലുമിനിയം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്ട്രക്ചർ അടിച്ചു കഴിഞ്ഞ് ഷീറ്റ് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് ആ ഷീറ്റിൻ്റെ വാലിയിൽ പെർലിങ്സ് വരുന്ന ഭാഗത്ത് തന്നെ ചവിട്ടാൻ വേണ്ടി ശ്രമിക്കാം. പെർലിങ്സ് അല്ലാത്ത ഭാഗങ്ങളിൽ ചവിട്ടാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രൂ ആൻറ്റി കൊറോസീവ് ആയിട്ടുള്ള ക്ലാസ് 3 വരുന്ന സ്ക്രൂ തന്നെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെർലിങ്സ് സ്ട്രക്ചർ അടിക്കുന്നതിന് മുമ്പ് എല്ലാം അഡ്യൂസിങ്കിൽ വരുന്ന എപ്പോക്സി പെയിന്റ് കൂട്ടി ചെയ്തിട്ട് വേണം നമ്മൾ സ്ട്രക്ചർ അടിക്കാൻ വേണ്ടി. കാരണം അതും ഇരുമ്പാണ്, പൈപ്പ് വരുന്നത്. അപ്പോൾ അതിന് തുരുമ്പ് വരാൻ വേണ്ടി പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അലുമിനിയം ഷീറ്റ് അല്ലെങ്കിൽ ഒറാലി ഷീറ്റ്. കാരണം റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഒരു ഫാബ്രിക്കേറ്ററെ സംബന്ധിച്ച് ഒരു റൂഫിങ്ങിൻ്റെ വർക്ക് എടുത്ത് കഴിയുമ്പോൾ ഒരു സ്റ്റീൽ റൂഫാണ് അവിടെ കൊണ്ട് ഇട്ടതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 വർഷത്തേക്ക് അയക്ക് റിസ്ക് ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാരണം ഇത് ഏത് സമയത്ത് തുരുമ്പ് പിടിക്കാം. കസ്റ്റമർ ഫസ്റ്റ് വിളിക്കുക,
ഫാബ്രിക്കേറ്റർ ആയിരിക്കും. അപ്പോൾ ഈ അലുമിനിയത്തെ സംബന്ധിച്ച് ഒറാലിയത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒറാലിയ റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആ വാറണ്ടി കാർഡും കൂടി എഴുതി ആ കസ്റ്റമർക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ അലുമിനിയം എന്തായാലും തുരുമ്പിടിക്കാൻ പോകുന്നില്ല. അയാൾക്ക് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ കിട്ടും. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ ഇതിന്റെ പ്രൈസ് ആണ് അല്ലേ? സാധാരണ നമ്മളെ GI ഷീറ്റ് ആണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിൽ കൂടുതൽ തന്നെയാണ്, കാരണം അതിന് ഈ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ശരി, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ പ്രൈസിങ്ങിന് നമുക്ക് പ്രൈസിങ്ങിന് ഒരു വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ഇത് രണ്ട് മെറ്റലാണ്. ഗോൾഡും സിൽവറും പോലെ തന്നെ രണ്ട് മെറ്റലാണ് ഇരുമ്പും അലുമിനിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അലുമിനിയത്തിൽ നമ്മൾ 3105-ലും 5052-ലും വരുന്ന ഗ്രേഡിലുള്ള ബേസ് മെറ്റലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സ്റ്റീൽ ഷീറ്റിലേക്ക് വരുമ്പോൾ അതിനൊരു പ്രത്യേകിച്ച് ഗ്രേഡില്ല. കാരണം നിങ്ങൾ എവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും റൂഫിംഗ് ഷീറ്റിന് പ്രത്യേകിച്ച് ഒരു ഗ്രേഡില്ല. അലുമിനിയം പക്ഷേ പല കാര്യങ്ങളിൽ അലുമിനിയം ഉപയോഗിക്കാറുണ്ട്. നമ്മളെ കോള ക്യാൻ മുതൽ അലുമിനിയം ഫോയിൽ മുതൽ ഫ്ലൈറ്റിൽ വരെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അലുമിനിയം. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് അതിന് വ്യത്യസ്തമായിട്ടുള്ള ഗ്രേഡാണ്. പക്ഷേ ഇരുമ്പിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അപ്പോൾ റൂഫിംഗ് ഷീറ്റ് ഉണ്ടാക്കാൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം 3105-ലും 5052-ലും ഉള്ള ഗ്രേഡിലുള്ള മെറ്റൽ മാത്രം ഉപയോഗിച്ച് ഇതിനായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ സ്റ്റീൽ ഷീറ്റിലേക്ക് വരുമ്പോൾ അലുമിനിയത്തിന് വെറും കോട്ടിങ് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒറിജിനൽ അലുമിനിയവും കോട്ടിംഗ് ഉള്ള സാധനവും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് ചെറിയൊരു ഡിഫറൻസ് വരും. പക്ഷേ ഇതിനകത്ത് പിന്നെ ചിന്തിക്കേണ്ട ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തൊരു കാര്യമാണ്. ഇപ്പം ഒരു റൂഫിങ്ങിന് ഷീറ്റ് എടുക്കാൻ വരുന്ന ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു അളവെടുത്തു, ഷീറ്റിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എടുത്തു 2 ലക്ഷം രൂപ. അലുമിനിയത്തിന് ചോദിക്കുമ്പോൾ ഒരു 2,30,000 രൂപ. കസ്റ്റമർ നോക്കും 30,000 രൂപ അധികമാണ്. അപ്പോൾ അവർ വേണ്ട, എനിക്ക് സ്റ്റീൽ റൂഫ് മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊണ്ടുപോയി അത് ഇടുകയെന്ന് വിചാരിക്കാം. 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം അത് കംപ്ലീറ്റ് റെനോവേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അയാളുടെ മകൻ അത് മറ്റേ റിമിനേറ്റ് അന്ന് പൊളിക്കുന്ന സമയത്ത് ഈ സാധനം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് ഡിസ്പോസ് ചെയ്ത് കളയണം. കാരണം യാതൊരുവിധ ഗുണവും അതിനില്ല. കാരണം അത് റസ്റ്റഡായ സാധനം, റീസെന്റ് വാല്യൂ. പക്ഷെ ആ സ്ഥാനത്ത് 2,30,000 രൂപ അധികം മുടക്കി അയാളൊരു അലുമിനിയം ഷീറ്റാണ് എടുത്തതെങ്കിൽ അന്ന് ആ 10 വർഷം കഴിയുമ്പോൾ അത് ഊരി വിറ്റ് കഴിഞ്ഞാൽ അന്നത്തെ വിലയുടെ 60% റീസെയിൽ വാല്യൂ. നമ്മൾ ചിന്തിക്കേണ്ട അന്നത്തെ വില എന്ന് പറയുമ്പോൾ ഇന്നത്തെ വില ആയിരിക്കില്ല 10 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടാവുക. കാരണം അലുമിനിയത്തിന് വില കൂടുന്ന ഒരു മെറ്റീരിയൽ. അതെ, അലുമിനിയം റൂഫിംഗ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും പാപ്പരാകില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ പരിചയപ്പെട്ടു. ഇനി അഡീഷണൽ വരുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെ? അഡീഷണൽ വരുന്ന നമുക്ക് പ്രൊഡക്റ്റിൽ വരുന്ന നമ്മുടെ സാധാരണ നോർമലി നിങ്ങൾ എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ കാണുന്ന ട്രഫോർഡ് ഷീറ്റുകളാണ്. അതെ, റൂഫിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലാവരും വരുന്നത്. മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ടൈൽ ഷീറ്റുകളാണ്. ഇത് ട്രഫോർഡ് ഷീറ്റിൽ സ്ട്രോങ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. അതെ, ട്രഫോർഡിൽ തന്നെ നമുക്ക് 3 വെറൈറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് സ്ട്രോങ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോർ ദാൻ സ്ട്രെങ്ത് കൂടുതൽ കിട്ടാൻ വേണ്ടി. കാരണം അലുമിനിയം ലൈറ്റ് വെയിറ്റ് ആണ് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് ഇത് സ്ട്രെങ്ത് ഇല്ലാത്തൊരു സാധനമാണ്. എത്ര mm വരുന്നുണ്ട്? ഇത് 40 mm സ്റ്റാർട്ട് ചെയ്യുന്നത് തിക്നെസ്. അത് 7 വരെ നമുക്ക് തിക്നെസ് അവൈലബിൾ ആയിട്ട് വരും, കളേഴ്സ് അവൈലബിൾ ആയിട്ട് വരും. പിന്നെ വരുന്നത് നമുക്ക് വൈഡ് എന്ന് പറയുന്ന അത് മോർ ദാൻ കവറേജ്, അതായത് ഇതിനെക്കാട്ടിലും വീതി നമുക്ക് കൂടുതൽ കിട്ടും. ഇത് ഏതെല്ലാം സൈസിൽ വരുന്നുണ്ട്? നമുക്ക് 8 ഫീറ്റ് മുതൽ 24 വരെ ചെയ്യാം. കസ്റ്റമൈസ്ഡും നമുക്ക് ചെയ്യാം, അതായത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന സൈസിലും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷെ വീതി നമുക്കൊരു പരിധി ഉണ്ട് അല്ലേ? ഇതിനിപ്പോൾ നമുക്ക് വരുന്നത് സ്ട്രോങ്ങിന് വരുമ്പോൾ നമുക്ക് 1 മീറ്റർ ഫുള്ളായിട്ട് കിട്ടില്ല. പക്ഷെ വൈഡിന് വരുമ്പോൾ നമുക്ക് 1 മീറ്ററിലധികം നമുക്ക് കവറേജ് വിട്ട് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, മോർ കവറേജ് ആണ് വൈഡ്. ഇത് സ്ട്രെങ്ത് ആണ്, മോർ സ്ട്രെങ്ത് ആണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രൈഡ് എന്ന് പറയുന്ന മെറ്റീരിയലും കൂടെ നമുക്ക് അവൈലബിൾ. ഇപ്പോൾ ലൗഞ്ച് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രൈസിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചപ്പോൾ നമ്മുടെ സാധാരണക്കാരന്റെ വീട്ടിലേക്കും നമ്മുടെ അലുമിനിയം റൂഫിംഗ് ഷീറ്റ് എത്തണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. അത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് പ്രൈഡ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയൊക്കെയാണ്? 45 സ്ക്വയർ ഫീറ്റ് 45-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് സാൻഡ്വിച്ച് പാനലുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു സാമ്പിൾ പീസാണ്. ഇത് നമുക്ക് വരുന്നത് മുകളിൽ 50 തിക്നെസ്സിൽ വരുന്ന അലുമിനിയവും താഴെ 40 തിക്നെസ് വരുന്ന ഷീറ്റാണ്. ഇതിന് സെൻറ്റർ ഭാഗത്ത് നമ്മൾ പഫ് പിന്നെ ചെയ്യുന്നുണ്ട്. ഈ പഫ് എന്ന് പറഞ്ഞാൽ 2 തിക്നെസ്സിൽ അവൈലബിൾ ആണ്. 30 mm അവൈലബിൾ ആണ്, 50 mm അവൈലബിൾ ആണ്. ഇത് 50 ആണ്. 30 mm 50 mm നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് നോർമൽ അലുമിനിയത്തിൽ കിട്ടുന്നതിനേക്കാളും ഹീറ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെയുള്ളത് ശബ്ദമാണ്. കാരണം ഈ മഴ പെയ്യുമ്പോഴുള്ള ശബ്ദമാണ് ചർച്ചുകൾ, ഓഡിറ്റോറിയംസ്, പിന്നെ ടെമ്പിൾസ്, അങ്ങനെയുള്ള സാധനങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കോൾഡ് സ്റ്റോറേജിന് വലിയ വലിയ ഗോഡൌൺസിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ സാധനം. ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് മാറി സാൻഡ്വിച്ച് പാനൽ മാറുന്നുണ്ട്. അത് അലുമിനിയം സാൻഡ്വിച്ച് പാനലാണ് നമ്മൾ ചെയ്യുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആയ സ്റ്റീലിൻ്റെ സാൻഡ്വിച്ചുകൾ കാണാം. പക്ഷേ
അതിൽ ഈ പറഞ്ഞ ഒരു ഗുണങ്ങളും കിട്ടില്ല. അത് ശരിക്കും നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ അലുമിനിയത്തിൽ ചെയ്യണം, കാരണം ഇതിൽ വല്ല തുരുമ്പോ റസ്റ്റ് വന്നു കഴിഞ്ഞാൽ വരില്ല. നമുക്ക് ഇതിന്റെ ഇടയിലേക്ക് വെള്ളം കയറുക എന്ന് വിചാരിക്കാം, തീർച്ചയായിട്ടും സ്റ്റീൽ ഷീറ്റുകളാണ് റസ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കാരണം ഇത് വെള്ളം അബ്സർവ് ചെയ്യുന്ന ഒരു മെറ്റീരിയലും കൂടെയാണ്. അത് എല്ലാ സൈസിലും അവൈലബിൾ ആണ്. എല്ലാ സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. സ്മോൾ സൈസ് മുതൽ ഹൈ 29 വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്ര വലിയ സൈസിൽ വരെ കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് മുക്കത്ത് ഒറാലിയത്തിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമായ ലാംഡ സ്റ്റീൽസിലാണ്. അതിൻ്റെ ഡയറക്ടർ സുഹാസ് സാറാണ് കൂടെ ഉള്ളത്. ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ മുക്കം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ ഒരു ഏരിയ, ഈ ഏരിയകളിലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടാവും അല്ലേ? ഈ ഒറാലിയം പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് ആളുകൾ സ്വീകരിക്കുന്നത്? ഈ ഒറാലിയം എന്ന കമ്പനിയെ തന്നെ മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന സംഗതി ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവകാശപ്പെടാം. ഇതിൽ അലൂമിനിയം ഉണ്ട്, മറ്റ് സംഗതികളല്ല. ഇതിൽ നമ്മൾ ധൈര്യമായിട്ട് പറയാം, ഒറാലിയം ആണെങ്കിൽ 100% അലൂമിനിയം എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ്, മാർക്കറ്റിലുള്ള ഒരു പ്രൊഡക്റ്റ് ഒറാലിയം തന്നെ. ഒറാലിയാണ്, കാരണം 100% അല്ലെങ്കിൽ വാറണ്ടി ലൈഫ് ടൈം കൊടുക്കുന്ന പ്രൊഡക്റ്റ് നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. ഒറാലിയം റെസ്റ്റ് വരില്ലല്ലോ, അറിയാം അലൂമിനിയാണ്, റെസ്റ്റ് വരില്ല. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ മുക്കെന്ന് പറയുമ്പോൾ താമരശ്ശേരി ഭാഗത്തേക്കൊക്കെ അങ്ങോട്ട് ഒരുപാട് ഏരിയകൾ, കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയാണ്. അപ്പം ഇവിടെ താമരശ്ശേരി, കൊടുവള്ളി, കുന്നമംഗലം അങ്ങനെ പോകും. മലപ്പുറം ബോർഡർ അരീക്കോട് വരെ ഉണ്ട് ഏരിയ ആയിട്ട്. ഓക്കെ, ഒറാലിയം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കമ്പനിയാണ്. അവർക്ക് ഈ റൂഫിംഗ് ഷീറ്റ് അല്ലാതെ പലതും ഉണ്ട്. എന്തൊക്കെയാണ് വരുന്നുണ്ട് അവർക്ക്? നമുക്ക് നിലവിൽ റൂഫിംഗ് ഷീറ്റിന് പുറമെ അലുമിനിയം കോയിലുകൾ അവൈലബിൾ ആണ്. അത് ബേബി കോയിലാവും, പിന്നെ പ്ലെയിൻ കോയിലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ചെക്കഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിന്, ഈ ബസ്സിൻ്റെ പ്ലാറ്റ്ഫോമിനൊക്കെ യൂസ് ചെയ്യുന്ന ആ പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ കോൾ ഷീറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെയുള്ളത് നമുക്ക് എക്സ്ട്രൂഷനാണ്. അലുമിനിയം ചാനൽസ് ഫാബ്രിക്കേഷൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് എക്സ്ട്രൂഷൻ. അതിൻ്റെ നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് കോയമ്പത്തൂർ, തമിഴ്നാട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ റോഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇത്തരം പ്രൊഡക്റ്റ് അഡീഷണൽ ആയിട്ട് നമുക്ക് റൂഫിങ്ങിന് പുറമെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം, ഇത് എവിടെയൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ. നമ്മൾ ഈ ഷോപ്പ് ഓൾറെഡി പരിചയപ്പെടുത്തി, മുക്കത്താണ്. ഇതല്ലാതെ കേരളത്തിന്റെ എവിടെയൊക്കെ ഈ പ്രോഡക്റ്റുകൾ നമുക്ക് കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യയിൽ, പാൻ ഇന്ത്യയിൽ നമുക്ക് ഡീലേഴ്സ് നെറ്റ്വർക്ക് അവൈലബിൾ ആണ്. കേരളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ജില്ല എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏരിയ വൈസും താലൂക്ക് വൈസും ഏറ്റവും റൂറൽ ഏരിയയിൽ പോലും നമുക്ക് ഡീലർ നെറ്റ്വർക്ക് അവൈലബിൾ ആണ്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കസ്റ്റമർക്ക് ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡീലർ ലിസ്റ്റ്, അതായത് അവരുടെ ഏരിയയിൽ ഏതാണോ ഡീലറുകൾ അത് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 24/7 നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് അവൈലബിൾ ആണ്. അതുപോലെ മാർക്കറ്റിൽ നമ്മുടെ സർവീസിന് വേണ്ടിയിട്ട് സ്റ്റാഫ് അവൈലബിൾ ആണ്. അവർക്ക് ഇനി മെറ്റീരിയൽ കിട്ടാത്ത പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മളതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അവരുടെ സൈറ്റിൽ ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള സർവീസുകൾ നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക ടൗണുകളിലും നിങ്ങളുടെ പ്രൊഡക്റ്റ് ലഭ്യമാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.